ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുറച്ച് വ്യത്യസ്തരായ ആളുകളെക്കുറിച്ചാണ്. ഒരു കാലത്ത് ഇസ്ലാം മതത്തിൽ വിശ്വസിച്ച് ജീവിച്ചവർ, എന്നാൽ പിന്നീട് ആ വിശ്വാസം ഉപേക്ഷിച്ച് അതിന്റെ ഏറ്റവും വലിയ വിമർശകരായി മാറിയവർ. ഈ കാണുന്ന രേഖകളെ അടിസ്ഥാനമാക്കി നമുക്കൊന്ന് നോക്കാം. ആരാണിവർ? എന്താണിവരുടെ പ്രധാന വാദങ്ങൾ? ഏതൊരു വിശ്വാസത്തിനും ഏറ്റവും വലിയ വെല്ലുവിളി വരുന്നത് പുറത്തുനിന്നല്ല, മറിച്ച് അതിനകത്തുനിന്നാണ്, അല്ലേ? നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതയാത്രയുടെ കാതലും ഒരുപക്ഷെ ഈയൊരു ചോദ്യമാണ്. ആരാണ് ഈ പറയുന്ന മുസ്ലിം നിരീശ്വരവാദികൾ? നമുക്ക് ഈയൊരു പ്രതിഭാസത്തെ അടുത്തറിയാൻ തുടങ്ങാം. ഈ സ്രോതസ്സനുസരിച്ച് ഇവരാരാണെന്ന് വെച്ചാൽ മുൻപ് മുസ്ലിങ്ങളായിരുന്ന, എന്നാൽ പിന്നീട് ആ വിശ്വാസം ഉപേക്ഷിച്ച് അതിലെ ആശയങ്ങളെ വിമർശിക്കാനും ഒരുപക്ഷെ പരിഷ്കരിക്കാനുമൊക്കെ ശ്രമിക്കുന്നവരാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവർ ഒരു കാലത്ത് ആ മതത്തിന്റെ ഭാഗമായിരുന്നു എന്നതാണ്. അതുകൊണ്ടുതന്നെ അവരുടെ വാക്കുകൾക്കൊരു പ്രത്യേക ആധികാരികതയും കൂടുതൽ ആളുകളുടെ ശ്രദ്ധയും കിട്ടുന്നു. ശരി, നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെയും ഒരുപക്ഷെ ഏറ്റവും ശക്തവും വിവാദപരവുമായ ശബ്ദങ്ങളിലൊന്നുമായ അയാൻ ഹിർസി അലിയിലേക്ക് വരാം. എന്താണ് അവരുടെ വാദങ്ങളെന്ന് നോക്കാം. ഇത് ഹിർസി അലിയുടെ തന്നെ വാക്കുകളാണ്. വളരെ ശക്തമായ വാക്കുകൾ. ഇസ്ലാമിനെതിരെയുള്ള വിമർശനങ്ങളെ ഭയപ്പെടേണ്ടതില്ലെന്നും അത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരെ നമ്മൾ പിന്തുണയ്ക്കണമെന്നും അവർ ഉറക്കെ പറയുന്നു. ഇസ്ലാമിൽ ഒരു പരിഷ്കരണം വേണമെന്ന് ഹിർസിയലി പറയുമ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്നത് പ്രധാനമായും 5 കാര്യങ്ങളാണ്. ഒന്നാമതായി, മുഹമ്മദ് നബിക്കും ഖുറാനിനും വിമർശനാതീതമായൊരു സ്ഥാനം നൽകുന്നത് നിർത്തുക. രണ്ടാമതായി, മരണാനന്തര ജീവിതത്തിന് കൊടുക്കുന്ന അമിത പ്രാധാന്യം കുറച്ച് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്ന ഈ ജീവിതത്തിന് കൂടുതൽ വില നൽകുക. മൂന്നാമത്തത്, ശരിയത്ത് നിയമങ്ങൾക്ക് പകരം മതേതര നിയമങ്ങൾ കൊണ്ടുവരിക. നാലാമതായി, മറ്റുള്ളവരുടെ ജീവിതത്തിൽ മതം ഉപയോഗിച്ചിടപെടുന്ന രീതി, അതായത് നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കലും അവസാനിപ്പിക്കുക. അവസാനമായി, ജിഹാദിനുള്ള ആഹ്വാനം പൂർണ്ണമായും ഉപേക്ഷിക്കുക. ഈ 5 കാര്യങ്ങളും ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസങ്ങളെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ വാദങ്ങൾ ഇത്രയധികം വിവാദമാകുന്നതും. ഹിർസി അലിയിൽ നിന്ന് നമുക്ക് അടുത്തയാളിലേക്ക് പോകാം. അലി റിസ്വി. ഇദ്ദേഹത്തിന്റെ ഒരു സമീപനമെന്ന് പറയുന്നത് കുറച്ചുകൂടി യുക്തിയിലും ശാസ്ത്രത്തിലുമൊക്കെ ഊന്നിക്കൊണ്ടുള്ളതാണ്. റിസ്വിയുടെ ചിന്ത എന്താണെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ ഈ ഒരു വാചകം മാത്രം മതിയാകും. തെളിവുകളില്ലാത്ത വിശ്വാസത്തേക്കാൾ തെളിവുകളോടുകൂടിയ ശാസ്ത്രത്തെയും ചോദ്യങ്ങളെയുമാണ് അദ്ദേഹം വിലമതിക്കുന്നത്. റിസ്വി എന്താണ് പ്രധാനമായും ചെയ്യുന്നത്? അദ്ദേഹം ഇസ്ലാമിലെ ചില പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാണിക്കുകയാണ്. മതഗ്രന്ഥങ്ങളെ ഓരോ കാലത്തിനനുസരിച്ച് എങ്ങനെയാണ് വളച്ചൊടിക്കുന്നതെന്നും ശാസ്ത്രീയമായ കണ്ടെത്തലുകളുമായി അവ എങ്ങനെ പൊരുത്തപ്പെട്ടു പോകുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ലോകവീക്ഷണമെന്നത് യുക്തിക്ക് നിരക്കാത്ത ഒന്നാണ്. ശരി, ഇനി നമ്മുടെ മൂന്നാമത്തെ ചിന്തകനിലേക്ക് വരാം. അർമിൻ നവാബി. ഇദ്ദേഹം കുറച്ചുകൂടി വ്യത്യസ്തനാണ്. കാരണം ഇദ്ദേഹത്തിന്റെ രീതികൾ വളരെ ലളിതമാണ്. മാത്രമല്ല, ഓൺലൈൻ ലോകത്ത് വലിയൊരു സ്വാധീനവുമുണ്ട് ഇദ്ദേഹത്തിന്. ഒന്ന് നോക്കിയേ, ഏതാണ്ട് 1.7 ദശലക്ഷം, അതായത് 17 ലക്ഷത്തിലധികം ഫോളോവേഴ്സുള്ള ഏത്തീസ്റ്റ് റിപ്പബ്ലിക് എന്നൊരു വലിയ പ്ലാറ്റ്ഫോമിന്റെ സ്ഥാപകനാണ് അദ്ദേഹം. സ്വാധീനം ചെറുതല്ല എന്ന് വ്യക്തം. നവാബിയുടെ രീതിയെക്കുറിച്ച് പറഞ്ഞാൽ അത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്. ദൈവം ഇടപെടാതെ പ്രകൃതി നിയമങ്ങൾ വെച്ചുതന്നെ ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന് വിശദീകരിക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നു. അതോടൊപ്പം ഖുറാനിലെ ശാസ്ത്രീയമായ തെറ്റുകൾ അദ്ദേഹം എടുത്തു കാണിക്കുന്നു. ഉദാഹരണത്തിന്, ഭൂമി പരന്നതാണെന്ന തരത്തിലുള്ള സൂചനകൾ ഖുറാനിലുണ്ടെന്ന് അദ്ദേഹം വാദിക്കുന്നു. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാന ലക്ഷ്യം. നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെയാൾ ഇബ്നു വറാഖ്. ഇതൊരു തൂലികാനാമമാണ്. പക്ഷേ ഈ പേരിന് പിന്നിലുള്ള വ്യക്തിയുടെ സമീപനം മറ്റുള്ളവരിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ്, വളരെ പണ്ഡിതോചിതമാണ്. ഇബ്നു വറാഖിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ കേവലം അഭിപ്രായ പ്രകടനങ്ങളല്ല, മറിച്ച് ആഴത്തിലുള്ള ഗവേഷണങ്ങളുടെയും ചരിത്രപരമായ വിശകലനങ്ങളുടെയും അടിസ്ഥാനത്തിലുള്ളതാണ്. അദ്ദേഹം എന്തൊക്കെയാണ് ചോദിക്കുന്നത്? വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ചോദ്യങ്ങളാണ്. ഉദാഹരണത്തിന്, നമ്മൾ ഇന്ന് കാണുന്ന ഖുറാൻ, അതിന്റെ ആദ്യകാല കൈയെഴുത്ത് പ്രതികൾക്ക് എത്രത്തോളം ചരിത്രപരമായ ആധികാരികതയുണ്ട്? ഖുറാൻ ക്രോഡീകരിച്ചപ്പോൾ അതിൽ രാഷ്ട്രീയമായ താൽപര്യങ്ങൾ കടന്നുകൂടിയിട്ടുണ്ടോ? ഇസ്ലാമിലെ പല ആശയങ്ങളും അതിനു മുൻപുള്ള മതങ്ങളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നും കടമെടുത്തതാണോ? ഇതൊക്കെയാണ് വറാഖിന്റെ പ്രധാന ചോദ്യങ്ങൾ. ശരി, നമ്മൾ 4 പേരെ പരിചയപ്പെട്ടു. അയാൻ ഹിർസി അലി, അലി റിസ്വി, അർമിൻ നവാബി, ഇബ്നു വറാഖ്. 4 പേർക്കും 4 വഴികളാണ്. പക്ഷേ എല്ലാവരും ഒത്തുചേരുന്ന ചില പൊതുവായ പോയിന്റുകളുണ്ട്. എന്താണവ? നമുക്ക് നോക്കാം. ഇവരുടെയെല്ലാം വാദങ്ങളെ ഈ സ്രോതസ് 3 കാര്യങ്ങളിലേക്ക് ചുരുക്കുന്നുണ്ട്. ഈ 3 പോയിന്റുകളാണ് സത്യത്തിൽ അവരുടെ വിമർശനങ്ങളുടെയെല്ലാം ആകത്തുക. ഈ 4 ചിന്തകരുടെയും വാദങ്ങളെ നമുക്കിങ്ങനെ ചുരുക്കാം. 1, ഇസ്ലാമിലെ ചില അടിസ്ഥാന പ്രമാണങ്ങൾ,
അതായത് ഖുർആനിലെയും ഹദീസിലെയും ചില ഭാഗങ്ങൾ ഇന്നത്തെ ധാർമ്മിക ബോധത്തിന് നിരക്കുന്നതല്ല, ഒരുതരം ക്രൂരമാണ് എന്നാണ്. 2. പ്രപഞ്ചത്തെക്കുറിച്ചും ജീവനെക്കുറിച്ചുമൊക്കെ വിശദീകരിക്കാൻ ഇന്ന് ശാസ്ത്രമുണ്ട്, അതുകൊണ്ട് ഖുർആൻ കാലഹരണപ്പെട്ടു. 3. ദൈവം ഉണ്ട് എന്ന് തെളിയിക്കാൻ തക്കതായ തെളിവുകളോ യുക്തിപരമായ വാദങ്ങളോ ഇല്ല. അതിനാൽ ഈശ്വരവിശ്വാസം എന്നത് തന്നെ ഒരു ശൂന്യമായ ലോകവീക്ഷണമാണ്. ഇതാണ് അവരുടെ വിമർശനങ്ങളുടെ കാതൽ. അപ്പോൾ ഈ സ്രോതസ്സ് തന്നെ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. ഈ വാദങ്ങൾ നമ്മൾ തള്ളിക്കളയുകയല്ല വേണ്ടത്, മറിച്ച് എന്തുകൊണ്ടാണ് ഇത്തരം വാദങ്ങൾ ഉയർന്നു വരുന്നതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പോൾ സ്വാഭാവികമായും വരുന്നൊരു ചോദ്യമുണ്ട്. ആ ഒരു ചോദ്യത്തോടെ നമുക്ക് അവസാനിപ്പിക്കാം. ഈ പുതിയ ശബ്ദങ്ങൾ, ഈ പുതിയ വിമർശനങ്ങൾ മതപരമായ സംവാദങ്ങളുടെ ഭാവിയെ എങ്ങനെയായിരിക്കും മാറ്റിമറിക്കാൻ പോകുന്നത്? തീർച്ചയായും ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്.